ഇനി തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ മേയർ സ്ഥാനാർത്ഥി വി രാജേഷ് നമുക്കിപ്പോൾ മോർണിംഗ് ഷോയിൽ തത്സമയം ചേരുകയാണ്. കുറേ ധാരണകളൊക്കെ ഉണ്ടായിരുന്നു, മറ്റാരൊക്കെയോ കോർപ്പറേഷൻ മേയറാകാൻ പോകുന്നു. അവസാനം വി രാജേഷ് തന്നെ പരിചയമുള്ള കക്ഷി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച കാലങ്ങളായി ബന്ധമുള്ള ഒരാൾ തന്നെ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ മേയറാകുന്നു. ഗുഡ് മോർണിംഗ് ശ്രീ രാജേഷ്. അപ്പോൾ എന്തായാലും അഭിനന്ദനങ്ങൾ. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എത്രയോ കാലമായി താങ്കൾക്ക് അനന്തപുരിയെ അറിയാം, തിരുവനന്തപുരം നഗരത്തിൽ പുറത്തുവച്ച് പരിചയമുണ്ട്. താങ്കൾ ഒരുപക്ഷെ നമ്മുടെ തലസ്ഥാന നഗരത്തിൽ മേയറാകുമ്പോൾ BJPക്ക് അതൊരു രാഷ്ട്രീയ നേട്ടമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതേസമയം താങ്കളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയായിരിക്കും മേയർ സ്ഥാനം എന്ന് പറയുന്നത്. അത്ര പ്രാഗൽഭ്യമുള്ള ആൾക്കാരൊക്കെ തന്നെ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ കൗൺസിലിലുണ്ട്. പറയൂ രാജേഷ്. തീർച്ചയായിട്ടും SK, ഞാൻ പ്രവർത്തിക്കുന്ന BJP എന്ന പ്രസ്ഥാനം, നേരത്തെ പ്രവർത്തിക്കുന്ന യുവമോർച്ച ABVP, അതിനു മുമ്പ് RSS രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശാഖാതലത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്നു. ഇതൊക്കെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ, ആദ്യമൊക്കെ ഇന്ത്യയിൽ, ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു ചലഞ്ച് തന്നെയാണ് പക്ഷേ ഈ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റണമെന്നാണ് ഞങ്ങളുടെ നേതൃത്വം, ഞങ്ങളെല്ലാ സംഘടനകളും ഞങ്ങളോട് പറയുന്നത്, ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മുന്നേറാൻ സാധിച്ചില്ലെങ്കിൽ, വെല്ലുവിളികളുടെ മുൻപിൽ നമ്മൾ പതറിപ്പോയാൽ നമുക്ക് ഒഴുക്കിനോടൊപ്പം നീന്താനേ സാധിക്കുകയുള്ളൂ. നമ്മൾ അപ്പോൾ തന്നെ അവസാനിപ്പിച്ച് പോയിട്ടുണ്ട്. പക്ഷേ ആ വെല്ലുവിളികളെ എങ്ങനെ അവസരങ്ങളാക്കി, കാരണം ഞങ്ങളുടെ അടിത്തറയിൽ ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. മുന്നോട്ട് പോയി ഇവിടെ വരെ എത്തിച്ചേർന്ന സംഘടനയാണ് ഞങ്ങൾ. പരാജയപ്പെട്ട് ഒരുപാട് തിരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ട്. തോക്കുമ്പോഴും ഞങ്ങളെ വിഷമിക്കാറില്ല. ഞങ്ങൾ ആ വർദ്ധിത വീര്യത്തോടെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും പ്രവർത്തിക്കാൻ ഇറങ്ങുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ജനിച്ച് പാർലമെൻറ്റ് വരെ എത്തി. ആ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് വിജയിച്ച ഒരുപാട് മാതൃകകളുണ്ട്, പരാജയപ്പെട്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് പ്രവർത്തിച്ച് വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് സമൂഹവുമായി നല്ല ബന്ധമുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ അടിസ്ഥാന പ്രവർത്തനം നടത്തി വന്ന ആളായതുകൊണ്ട് പാർട്ടി പ്രവർത്തകരുമായിട്ട്, പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളുമായിട്ട് ബന്ധമുണ്ട്, സിസ്റ്റം അറിയാം. മറ്റിപ്പോൾ പ്രതിപക്ഷത്ത് നല്ല കരുത്തരായിട്ടുള്ള അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാർ, എന്നേക്കാൾ പ്രഗത്ഭരായിട്ടുള്ള പ്രതിപക്ഷ നിരയിലുള്ളത് കൊണ്ട് തന്നെ പൂർണ്ണ ബഹുമാനത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരുപാട് മേഖലകളുണ്ടല്ലോ, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. മാധ്യമപ്രവർത്തകർ ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ നടത്തിയ സമരങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ഇടപെട്ടിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഞാൻ നന്ദി പറയുന്നു. ക്രിയാത്മകമായ വിമർശനങ്ങൾ, ആരോഗ്യകരമായ വിമർശനങ്ങൾ, തിരുത്തലുകൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ സമയത്ത് ഞങ്ങൾക്കൊരു ഈഗോയും ഇല്ല, ഞങ്ങൾ തിരുത്തലുകൾ വരുത്തും, മുന്നോട്ട് പോകും. അങ്ങനെ വളരെ സന്തോഷത്തോടെ ആസ്വാദ്യകരമായി തിരുവനന്തപുരം ഭരണം കൊണ്ടുപോകാമെന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ. തീർച്ചയായിട്ടും അനന്തപുരി മാറ്റിമറിക്കാൻ താങ്കൾ എടുക്കുന്ന യത്നങ്ങൾക്കൊക്കെ 24ന്റെ പിന്തുണ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.